ആ കെട്ട കൊറോണ കാലത്ത് അബുദാബിയിലുള്ള ഭർത്താവിന് അറ്റാക്ക് വന്നപ്പോഴാണ് നാട്ടിലെ ജോലി രാജിവെച്ച് ഹസീന അബുദാബിയിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചത്. ആദ്യത്തെ ഒരു 2 മാസം മക്കളെ നാട്ടിലാക്കിയിട്ടാണ് വന്നത്. കാരണം ഇവിടെ ജോലി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വരണമല്ലോ. 2 മാസം മക്കളെ വിട്ടു വന്നപ്പോൾ തന്നെ ആ ഇമോഷണൽ ഫീലിങ്സ് ആസ് എ മദർ, നമുക്കറിയാലോ മക്കളെ ഇതുവരെ വിട്ടു നിന്നിട്ടില്ല. ആ ഒരു ഫീലിംഗ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് തുടങ്ങി. 4ാമത്തെ മാസം മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് സ്കൂള് തിരക്കണ സമയത്ത് അഡ്മിഷൻസ് ഇല്ല. 1 വർഷം വേസ്റ്റ് ആയി. 2ാമത്തെ വർഷം വേസ്റ്റ് ആവാൻ പോണു. പിന്നെ നാട്ടിലേക്ക് തന്നെ മക്കളെ തിരിച്ചയച്ചു. മക്കൾ അവിടെ കണ്ടിന്യൂ ചെയ്തു. ആ ഒരു അനുഭവത്തിൽ ഹസീന മനസ്സിലാക്കി എന്തുകൊണ്ട് ഒരു സ്കിൽസ് ഡെവലപ്മെന്റ് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന്. അങ്ങനെ 3 വർഷത്തെ സമ്പാദ്യം ഉപയോഗിച്ച് 3 സ്റ്റാഫുമായി തുടങ്ങിയ ഈ സ്കൂളിംഗ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അബുദാബിയുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ പുതിയ അധ്യായനം തുറക്കുകയായിരുന്നു. ഇവനിപ്പോൾ നമ്മുടെ ഒരു പാഠ്യപദ്ധതിയായിട്ട് ഒരു പീരീഡായിട്ട് നമ്മൾ കരാട്ടെ ആഡ് ചെയ്തു, ഒരു പീരീഡായിട്ട് തന്നെ AI ആഡ് ചെയ്തു. അങ്ങനെ വളരെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് ഇന്നിപ്പം 500ഓളം രജിസ്ട്രേഷനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് 3 ബ്രാഞ്ചസിലോട്ടും. മെയിൻലി സാധാരണയിലും സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത്രയും ചെറിയ പേയ്മെന്റ് വെച്ച് 490 എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പേയ്മെന്റ്. അങ്ങനെ വളർന്ന മെന്റോറയുടെ ഇൻവെസ്റ്റേഴ്സ് സെർമണി ആയിരുന്നു അബുദാബി യൂത്ത് ആൻഡ് കമ്മ്യൂണിറ്റി അനലിസ്റ്റ് അർവ നബീൽ ദിയാബ് അടക്കം പല പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്നത്. അബുദാബിയിലെ മെന്റോറ തഹ്ലീലിന്റെ കയ്യും പിടിച്ച് ദുബായിലേക്ക് എത്തുന്നതിന്റെ സോഫ്റ്റ് ലോൺ സെർമണിയും അവിടെ വെച്ച് നടക്കുകയുണ്ടായി. ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുള്ളത് നമ്മൾ ഇവിടെ വന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ദുബായിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാ അനുഭവങ്ങളും നമുക്ക് കഷ്ടപ്പെടാൻ മാത്രമുള്ളതായിരിക്കില്ല. ചിലത് നമുക്കുള്ള പാഠങ്ങളാണ്. നമ്മുടെ ഭാവി തന്നെ മാറ്റിപ്പണിയാൻ കെൽപ്പുള്ള അനുഭവ പാഠങ്ങൾ. അത് പഠിച്ചെടുക്കുന്നവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക.